ബിബിനെ, നമ്മൾ ഈ വീടുകൾ നിർമ്മിക്കുമ്പോൾ ഈ അതിനെ കൂടുതൽ മനോഹരമാക്കാൻ എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്? ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം എൻ്റെ വീടാക്കണം. അതായത് ആ വീട്ടിൽ ഞാനൊന്ന് ജീവിച്ച് തീർക്കണം. അതിലെനിക്ക് അമ്മ ഉണ്ട്, പെങ്ങളുണ്ട്, അമ്മമ്മ ഉണ്ട്, അമ്മച്ചനുണ്ട്, പ്രായ ആൾക്കാരുണ്ട്, വയ്യാത്തവരുണ്ട്, ഇങ്ങനെ എല്ലാവരും എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്. ഈ വാസ്തുശാസ്ത്രം നമ്മളുടെ ഡിസൈനിങ്ങിനെ എത്രത്തോളം സ്വാധീനിക്കാറുണ്ട്? നമസ്കാരം, ഞാൻ വിഷ്ണു വിജയൻ, വീട് ബൈ വിഷ്ണു വിജയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു സ്വപ്ന മനോഹര സുന്ദര ഭവനം പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ പിറവത്താണ്. 2750 സ്ക്വയർ ഫീറ്റിൽ 57 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ഈ സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഈ സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഈ കാണുന്ന ഒരു എലിവേഷനും ഇത് കൂടാതെ റോഡിനോട് ആക്സസ് ആയിട്ട് നിൽക്കുന്ന വേറൊരു എലിവേഷനുമാണുള്ളത്. അപ്പോൾ ഈ രണ്ട് എലിവേഷൻ എങ്ങനെ ഒരു ഒറ്റ കോൺസെപ്റ്റിൽ കൊണ്ടുവരാൻ പറ്റും എന്ന് തെളിയിച്ച മിടുക്കനായിട്ടുള്ള ഒരു ആർക്കിടെക്ട് ഡിസൈനർ കം എഞ്ചിനീയർ, ബിടെക് സിവിൽ എഞ്ചിനീയർ ആണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹം പാലക്കാട് നിന്നാണ് വന്നിരിക്കുന്നത്. വെൽക്കം ടു വീട് ബൈ വിഷ്ണു വിജയൻ. ബിപിൻ ബാബു ആണ് ഇന്ന് നമ്മളുടെ ഈ പറയുന്ന ഡിസൈൻ ചെയ്തിരിക്കുന്ന നമ്മളുടെ ഈ വീടിൻ്റെ എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പം ബിപിനെ, ഈ വീടിന് ഒരു വല്ലാത്ത പ്രത്യേകതയുണ്ട്. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ പിറവം എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് വന്നപ്പോൾ ഈ വീടിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന വീടിൻ്റെ ആദ്യത്തെ തന്നെ ഒരു പ്രത്യേകത ഞാൻ പറയുന്നത്, ഇതിൻ്റെ എലിവേഷൻ ആദ്യം കാണുന്ന ഈ ഒരു ലുക്കും അതുപോലെ തന്നെ റോഡിൽ നിന്ന് വേറൊരു ലുക്കുമാണ് വന്നിരിക്കുന്നത്. അപ്പം എങ്ങനെയായിരുന്നു ബിപിൻ ഇതിൻ്റെ ഒരു പ്ലാനിങ് വന്നപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം? നമുക്ക് ഈ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ വീതി കുറവും നീളം കൂടുതലായിട്ടാണ്. പക്ഷെ കുറച്ച് ഉയരത്തിൽ നിൽക്കുന്നത് കൊണ്ട് കാണുന്ന ഒരാൾക്കാർക്ക് പെട്ടെന്നൊരു വ്യൂ കിട്ടുക എന്നുള്ളതും അതൊരു വീടിനൊരു ക്യൂട്ട്നെസ് തോന്നുക എന്നുള്ളതുമാണ് നമ്മൾ ഫസ്റ്റ് ഫ്രണ്ട് എലിവേഷനായിട്ട് ഈസ്റ്റ് സൈഡിലേക്ക് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള നീളത്തിലുള്ള ഏരിയനെ നമ്മൾ എലിവേഷൻ്റെ അപ്പുറത്തോട്ട് വീടിൻ്റെ വിശാലത ഫീൽ ചെയ്യിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പുറത്തോട്ട് ഒരു എലിവേഷൻ കൊടുത്തിട്ട്, അതായത് ഫ്രണ്ടിൽ നമ്മളുടെ റോഡിൽ നിന്നുള്ള ഒരു ലുക്ക്, അതായത് വരുമ്പോൾ ഈ വീടിന്റെ നീളത്തിലുള്ള ആ ഒരു ലുക്ക്, അതെ, ക്യൂട്ട്നെസ്സും അതോടൊപ്പം തന്നെ നമ്മുടെ വിശാലതയും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതല്ല, ആ പ്ലോട്ടിനനുസരിച്ച് അതാണ് ഇവിടേക്ക് ചേരുന്നത് മനസ്സിലായപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ഒരു രൂപം കൊടുക്കുക ചെയ്തത്. അത് വളരെ ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിനകത്തെന്ന് പറയുന്നത് ഈ വീട് ശരിക്കും ഇതിനൊരു കണ്ടംപററി ലെവലിൽ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, പക്ഷേ ഫ്ലാറ്റ് റൂഫ് കൊടുക്കാമായിരുന്നു. പക്ഷേ ഒരു ട്രഡീഷണൽ, ഒരു മിനി ട്രഡീഷണൽ രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഈ ട്രഡീഷണൽ രീതിയിൽ നിർമ്മിക്കാനായിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്ത്? ഇതിൽ ഒന്നാമത്തെ കാര്യം ക്ലയൻറ്റിൻ്റെ ഇഷ്ടം അതായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എൻ്റെ ടേസ്റ്റും അതാണെന്നുള്ളതാണ്. ഇത് രണ്ടും കൂടി ചേർന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി മിക്സ് ആവുകയും എന്നാൽ കുറച്ചും കൂടി നമുക്ക് ഈ ട്രോപ്പിക്കൽ കൺസെപ്റ്റിലോട്ട് കുറച്ചും കൂടി യൂസ്ഫുൾ ആവുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചും കൂടി ലൈഫ് കിട്ടണം എന്നുള്ളൊരു തോന്നലും കൂടി വന്ന് അങ്ങനെയാണ് ഈ ഒരു എലിവേഷനിലോട്ട് പോയത്. അതോടൊപ്പം തന്നെ ഇത് യൂസ്ഫുൾ ആക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അകത്തേക്ക് കയറിയിട്ട് കാണാം. ഇവിടെ വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട് സൈഡിൽ നമ്മുടെ സിറ്റ് ഔട്ട് പോർഷൻ ഉണ്ട്. സിറ്റ് ഔട്ട് പോർഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിന്റെ ഒരു എക്സിക്യൂഷൻ വന്നിരിക്കുന്നത്. അപ്പം സിറ്റ് ഔട്ടിനൊരു ഒരു റെക്ടാങ്കുലർ ഷേപ്പിലൊരു സിറ്റ് ഔട്ടും ഒപ്പം ഒരു കോർട്ട്യാർഡിന്റെ ഒരു കണക്ഷൻ കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. സാധാരണ ഇവിടെ കോർട്ട്യാർഡ് ഫ്രണ്ടിൽ കൊണ്ടുവരുമ്പോൾ സാധാരണ എല്ലാവരും എൻക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഫ്രണ്ടിൽ നിന്നാണ് ആ സിറ്റ് ഔട്ടിന്റെ ഓപ്ഷൻ ചെയ്യുന്നത്. ഇവിടെ അത് ചെയ്യാതെ ആ ഒരു ഏരിയയും കൂടി വളരെ മനോഹരമായിട്ട് കൊണ്ടുവന്നിട്ട് അവിടെ ചെടികൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. എന്തായിരുന്നു ഈ ഭാഗത്തെ ഒരു ചിന്ത? അതായത് നമ്മൾ ഈ വീട്ടിലോട്ട് കയറി വരുന്നത് ഒരു ഗ്രീൻ സ്പേസ് ഫീൽ ചെയ്തിട്ട് വേണം കയറി വരുന്നത്. അതോടൊപ്പം തന്നെ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത് വീട്ടിലോട്ട് കയറി വരുന്നവർക്ക് ആ ഒരു ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇരിക്കേണ്ടവർക്ക് ഇവിടെ സുഖമായിട്ട് ഇരിക്കാനും സംസാരിക്കാനും കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ചെയ്യാതിരിക്കാനും കൂടി വേണ്ടിയിട്ടുമാണ്. അതിൽ ആക്സസിങ്ങും ഇന്നും ഔട്ടും നമുക്ക് ആ ഏരിയയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഭംഗിക്കാണ്, ആ ഒരു രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, നിങ്ങൾ ഈ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എലമെന്റ് ഇവിടെ ചെയ്തിരുന്നു?
ഇല്ല, നമ്മൾ ഫസ്റ്റ് മോഡൽ കൊടുത്ത സമയത്തൊന്നും ഈ ഒരു റൗണ്ടും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാ ഏരിയയും നമ്മളൊരു ഗ്രീൻ സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ലിവിങ്ങിൻ്റെ സ്റ്റേജ് വന്നപ്പോൾ അവിടേക്ക് എന്തോ ഒരു ഗ്രീൻ സ്പേസ് മിസ്സായ പോലെ തോന്നി. അപ്പോൾ നെക്സ്റ്റ് എനിക്ക് ഓപ്ഷൻ കിട്ടിയത് നേരെ സിറ്റ് ഔട്ടിന് ചാരിയിട്ടുള്ളൊരു കോർണർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ തന്നെ റൗണ്ട് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ സ്ലാബ് വറക്കുന്ന സമയത്ത് തന്നെ ആ റൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും അവിടെ നടുവിലൊരു മരം കൊടുക്കാമെന്ന് ചിന്തിക്കുകയും ചെയ്തു. അപ്പോൾ അത് എല്ലായിടത്തു നിന്നുള്ള ഒരു ആക്സസിങ് ആയിട്ട് ഇപ്പോൾ മാറി. അത് വളരെ നല്ല രീതിയിലായിട്ടുണ്ട്. സാധാരണ നിലപാടിൽ ഇപ്പോൾ ഒരു ഇങ്ങനൊരു എലിവേഷൻ വന്നാൽ ഇത് ആൾക്കാർ ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സിറ്റ് ഔട്ടിന്റെ ലെങ്ത് കൂട്ടും, ഏരിയ കൂട്ടും, ആ പറയുന്ന ഭാഗത്ത് ക്ലോസ് ചെയ്ത് അവിടെ കോർട്ട്യാർഡ് ആക്കും. സെന്ററിൽ കൂടെ സ്റ്റെപ്പ് ചെയ്യുന്നതിന് പകരം വളരെ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഈ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവരികയും ഇതിന്റെ എലിവേഷനെ ഒരുപാട് ബൂസ്റ്റ് ചെയ്യാൻ അത് സഹായിക്കുകയും ചെയ്യും. അല്ല, രണ്ട് കാരണങ്ങളുണ്ട് അതിന്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സിറ്റ് ഔട്ടിൽ ആള് കൂടുതലാണ് എന്നല്ല ഞാൻ വിശാലത കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇരിക്കുന്നവർക്ക് വിശാലത തോന്നുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതായത് ത്രൂ ഔട്ട് പുറത്തോട്ട് നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡിസ്റ്റർബിങ് അല്ലാത്ത, അതായത് നമുക്ക് 2 പോർഷൻ സിറ്റ് ഔട്ടിന് കൊടുത്തത്, ഒരു പോർഷൻ നമുക്ക് സിറ്റിങ്ങിനും അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാനും, ബാക്കിയുള്ള പോർഷൻ നമുക്ക് ഈ സമയത്ത് തന്നെ കയറി വരാം എന്നുള്ള രീതിക്ക് കൊടുത്തത്. ശരിക്കും ഈ സിറ്റ് ഔട്ട് എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ സപ്പോസ് ഒരു ഗസ്റ്റ് വന്നു, അവർ നമുക്ക് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മോസ്റ്റ് ഓഫ് ആൾക്കാർ വരുമ്പോഴും അവരെ നമ്മൾ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യാറാണ് പതിവ്. തീർച്ചയായും അത് നമ്മുടെ ഫോർമൽ ലിവിംഗ് എന്നകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഫോർമൽ ലിവിംഗ് കൊണ്ടിരുത്തലാണ് പതിവ്. അല്ല, സിറ്റ് ഔട്ടിൽ വന്നിരിക്കുന്ന 1-2 ആൾക്കാരേ ഉള്ളൂ. അതിനുള്ള ഒരു സ്പേസ് കൊടുക്കുന്നതാണ് മാക്സിമം നല്ലത്, അല്ലേ? അല്ല, സിറ്റ് ഔട്ട് സത്യത്തിൽ ഗസ്റ്റിനല്ല, അത് വീട്ടുകാർക്കുള്ളതാണ്. ഗസ്റ്റിനെ ഒരിക്കലും നമ്മൾ പുറത്ത് നിർത്തില്ല. അപ്പൊ സിറ്റ് ഔട്ട് എന്നുള്ളത് അവർക്ക് ഉള്ളിലോട്ട് കയറി വരേണ്ട ചെറിയൊരു ഗ്യാപ്പ് മാത്രം. അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആ വീട്ടുകാരനാവും, ആ കുട്ടികളാവാം. ഒരിക്കലും പുറത്തത്തെ ഗസ്റ്റിന് സിറ്റ് ഔട്ട് നമ്മൾ കൊടുക്കാറില്ല. വീട്ടുകാർക്കാണ് സിറ്റ് ഔട്ട്. എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഓൾറെഡി അത് അവരുടെ ജോലി മേഖലകളൊക്കെ വ്യത്യസ്തമായിട്ടിരിക്കും. അതായത് നമുക്കൊരു ചിലപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചോളം അത് എല്ലാ ഗസ്റ്റിനും നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുവരേണ്ട ആൾക്കാരായിരിക്കില്ല. അതായത് അവരുടെ ജീവിത രീതിക്ക് അനുസരിച്ച് സിറ്റ് ഔട്ടിന്റെ പർപ്പസ് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഈ ജീവിത രീതിക്ക് അനുസരിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഓരോ വീടുകൾ നിർമ്മിക്കേണ്ടത്. ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. കാര്യം ഇപ്പൊ ഈ ഒരു വീടിന്റെ പ്ലാൻ ചോദിച്ച് നാളെ വിപിന് കോൾ വരും, ഈ വീട് ഇട്ട് കഴിയുമ്പോൾ ഈ വീടിന്റെ പ്ലാൻ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചു. ഒരിക്കലും ഈ വീടിന്റെ പ്ലാൻ ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ചിട്ടുള്ളതാണ്. തീർച്ചയായും കൊടുക്കാറില്ല. അല്ല, കൊടുക്കാറില്ല എന്ന് ഞാൻ പറയില്ല. കാരണം എന്നെ സംബന്ധിച്ചോളം ആ വീട്ടുകാരൻ്റെ ആഗ്രഹമാണ് ആ വീട്. ഇത് ആ വീട്ടുകാരന് വേണമെങ്കിൽ ഷെയർ ചെയ്യാം, പക്ഷെ ഞാൻ ഒരിക്കലും ഷെയർ ചെയ്യില്ല. അത് ഞാൻ ഇതുവരെ ചെയ്ത ഒരു പ്ലാൻ പോലും ഞാനൊരു സോഷ്യൽ മീഡിയയിലോ അല്ലാതെയോ പോസ്റ്റ് ചെയ്യാറില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ആഗ്രഹമാണ്, അവരുടെ ആഗ്രഹമാണ്, അവരുടെ ആവശ്യമാണ്. ഇത് രണ്ടും വ്യത്യസ്തമായിരിക്കും വേറെ ആൾക്കാർക്ക്. അതുകൊണ്ട് അത് കൊടുക്കാറില്ല. പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ കാർപോർട്സ് നമ്മൾ ഇതുമായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. 3x3 സ്ക്വയർ ട്യൂബ് കൊടുത്ത് 80-40 ട്യൂബ് സ്ട്രക്ചർ ചെയ്ത് 40-20 പർലിങ്സ് കൊടുത്ത് പഴയ ഓടാണ് മുകളിൽ. തീർച്ചയായും പഴയ ഓട് തന്നെയാണ്. പിന്നെ ഇവിടെ ഈ ഒരു പോർഷൻ മാത്രം സീലിംഗ് കൊടുത്ത്, പിന്നെ ഇവിടെ ഒരു എലമെന്റ് കൊടുത്ത് തന്നെ വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ട് തന്നെ ഇപ്പൊ വീടിന്റെ ഫ്രണ്ടേജിന് ഒത്തിരി സ്പേസ് ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു കാർ പോർച്ച് എന്നുള്ള ഒരു പ്രശ്നത്തിനെ പറ്റി വലിയ പ്രശ്നം വരുന്നില്ല. എത്ര കാർ വേണമെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ വീടിന്റെ അകത്തേക്ക് കിടക്കാം. അകത്തേക്ക് കിടക്കുമ്പോൾ ഇവിടെ ഈ ഒരു വൈഡ് ഏരിയ നമ്മളിപ്പോ ഇവിടെ ഇന്റർലോക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ഇന്റർലോക്ക് കൊടുത്തതിനകത്ത് ഒരു ചെറിയ ഡിഫിക്കൽട്ടി ഇവിടെ ഇപ്പൊ നമ്മൾ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ പോളിഷ് ചെയ്തിട്ടുണ്ട്. സാധാരണ ആൾക്കാർ ഇന്റർലോക്ക് ഇടുന്ന സമയത്ത് ഇതുപോലെ പോളിഷ് ചെയ്യുമ്പോൾ സ്കിഡിങ്ങിനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ആദ്യം പോളിഷ് ഉണ്ടായിരുന്നില്ല, പിന്നെ നമ്മളൊരു ടൈം ആയപ്പോൾ ഒന്ന് പോളിഷ് ചെയ്താണ്. അതിൻ്റെ ഒരു ഇതാണ്. അത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. എന്തായാലും പഴയ രൂപം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നാളെ അത് ഓക്കെ ആവുക ചെയ്യുക. ഇവിടെ നമ്മുടെ നാച്ചുറൽ പെബിൾസ് നാച്ചുറൽ സ്റ്റോൺ ഒക്കെ കൊടുത്തിട്ട് ഇവിടെ കുറച്ച് ചെടികളുടെ ഒക്കെ എലമെന്റ്സ് കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി അകത്തേക്ക് കിടക്കുകയാണ്. അകത്തേക്ക് കിടക്കുമ്പോൾ സാധാരണ സിറ്റ് ഔട്ട്സിന് ലപ്പോത്ര ഗ്രാനൈറ്റ്സും അങ്ങനെയുള്ള ഗ്രാനൈറ്റ് കൊടുക്കാതെ 4x2 മാറ്റ് ഫിനിഷ് സ്റ്റൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ തന്നെയാണോ പ്രിഫറൻസ് ചെയ്യുന്നത്? അത് നമ്മൾ ആ ഒരു സ്റ്റേജിൽ ക്ലയന്റിന് ഒരു ഗ്രാനൈറ്റിനോട് അത്ര താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചൂസ് ചെയ്തൊരു ഇതാണ്. ബിബിനെ, സത്യത്തില് ഗ്രാനൈറ്റ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ സ്റ്റോൺ ആണ്. ഗ്രാനൈറ്റ്സ് എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു
നല്ലൊരു സ്കോപ്പ് തന്നെയാണ്. പക്ഷെ അതിന്റെ ക്വാളിറ്റി കണ്ടുപിടിക്കാൻ ശരിക്കും ഒരു സാധാരണക്കാരനോ അല്ലെ ഒരു റണ്ണിങ് ഇപ്പൊ ഞാൻ വർഷങ്ങളായിട്ട് 41 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് പോലും കാഴ്ചയിൽ കണ്ടാൽ അതിന്റെ ക്വാളിറ്റി തിരിച്ചറിയില്ല. ആ ഒരു ഭംഗി മാത്രം നോക്കിയിട്ട് എടുക്കാനേ അത് പറ്റും. പക്ഷെ ടൈൽസിലാണെങ്കിൽ എല്ലാം ബ്രാൻഡഡ് എടുക്കുകയാണെങ്കിൽ അതിലൊരു പൊളവോ വളവോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാൻ ഈസി. കജാരിയുടെ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി ഡോറിന്റെ സെക്ഷനിലേക്ക് വന്നു. ഈ ഡോറിന്റെ സെക്ഷനിലേക്ക് വന്നു. ഇതിന്റെ 2 പാളിയായിട്ടുള്ള ഡോറാണ് ചെയ്തിരിക്കുന്നത്. അതൊരു ട്രഡീഷണൽ ടൈപ്പ് വീടുകളുടെ ആ ഒരു എലമെന്റാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിൽ രണ്ടും ഈക്വൽ ഷെയർ അല്ല, രണ്ടും 2 സൈസിലാണ് അല്ലേ. അതിന് വളരെ എലഗന്റ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽസ് ഒക്കെ കൊടുത്ത് ഇവിടെ ഒരു സ്ട്രിപ്പ് കൊടുത്തിട്ട് അതിന്റെ ആ എലമെന്റിനെ കുറച്ചുകൂടെ ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഗ്ലാസിന്റെ ഒരു എലമെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വീടിന്റെ അകത്തേക്ക് കടക്കുന്നു. ഇവിടെയാണ് ഇതിന്റെ ഫോർമൽ ലിവിംഗ്. ഈ ഫോർമൽ ലിവിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്പേസിൽ ഇന്റീരിയറിന്റെ കുറേയേറെ എലമെന്റ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്റീരിയറിന്റെ ഒരു മൊത്തം സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ സ്ട്രക്ചറിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. ഈ മോഡൽ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും അവരുടെ വീടുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ 4x2 ടൈൽ ഇട്ടിട്ട് അത്യാവശ്യം നല്ലൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ പ്രയർ സ്പേസ് കൊടുക്കാം എന്നുള്ള രീതിയിൽ സ്കോപ്പും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ വിൻഡോസ് കൊടുത്തിരിക്കുന്നതെല്ലാം തന്നെ SS-ന്റെ ട്യൂബ് വെച്ചിട്ടാണ്. ഈ SS-ന്റെ ട്യൂബിന് സ്ട്രെങ്ത് ഉണ്ട്, ക്വാളിറ്റി ഉണ്ടെങ്കിൽ സ്ട്രെങ്ത് ഉണ്ട്. ക്വാളിറ്റി ഇപ്പൊ 304 ആണെന്നുണ്ടെങ്കിലും പൈപ്പിന് 1.6 mm തിക്നെസ്സേ ഉള്ളൂ. ആ 1.6 mm തിക്നെസ് ഉള്ള പൈപ്പ് വേണമെങ്കിൽ മുറിക്കാം. നമ്മുടെ കട്ടിംഗ് വീൽ കൊണ്ട് ഈസി ആയിട്ട് മുറിക്കാൻ പറ്റുന്ന സാധനമാണ്. അതെ. ആ സേഫ്റ്റി കൺസേണിൽ നോക്കുമ്പോൾ നമുക്ക് എല്ലാം കട്ട് ചെയ്ത് കയറാം. അത് വെച്ച് നോക്കുമ്പോൾ പക്ഷെ അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ട്. പിന്നെ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും കോർണർ ചെയ്ത ഇത് ഓപ്പണിംഗ് അല്ല, ബാക്കിയുള്ള വിൻഡോസ് മാത്രം ഓപ്പണിംഗ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കട്ട് ചെയ്യാൻ പാടുള്ള മെറ്റീരിയൽസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് 100% കട്ട് ചെയ്യാൻ എല്ലാം അവൈലബിൾ ആണ്. ഇതിന്റെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അത് ജിപ്സം സീലിംഗിലാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ആംബിയൻസ് ഒക്കെ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഇത് നമ്മുടെ ഫാമിലി ലിവിംഗിലേക്കുള്ള കണക്ടിവിറ്റി ആണ്. ഫാമിലി ലിവിംഗിൽ ഈ ഫോർമൽ ലിവിംഗ് ഫാമിലി ലിവിംഗ് കൂടെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള സംഭവം. എന്നാൽ നമുക്കൊരു വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് കൊടുത്തിരിക്കുന്നു. ആ വിസിബിലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാൻ വേണ്ടി റൗണ്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെടിയുടെ എലമെന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് സത്യത്തില് ഇവിടെ ഈ ഓപ്ഷൻ കൊടുക്കാനുണ്ടായ കാരണം എന്താ? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് നോർമൽ ഫാമിലി ലിവിംഗ് മാത്രമേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ സമയത്ത് നമുക്കിതിൻ്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നമുക്കിവിടെ ആളിരിക്കാനില്ല. നമ്മൾ വെറുതെ എല്ലാ ഏരിയയും ഫില്ല് ചെയ്യുക എന്നുള്ള രീതിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒക്കെ നമ്മുടെ അല്ലാത്തൊരു സിറ്റിംഗ് ഉണ്ട്. അതായത് നമ്മുടെ ഈ സോഫയിൽ ഇരിക്കുന്ന കംഫർട്ട് സിറ്റിംഗ് അല്ലാതെ ഇപ്പോൾ കുട്ടികൾക്ക് ഇരുന്ന് വായിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികൾക്ക് ഇരുന്ന് എഴുതാനൊക്കെ പറ്റുന്ന രീതിയിൽ അന്നത് കോട്ടിയാടും അങ്ങനത്തെ ഒരു കൺസെപ്റ്റും അല്ല, യൂസ്ഫുൾ ആവുന്ന രീതിയിൽ, അതായത് മൾട്ടിപർപ്പസ്. ഇത് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്ത സമയത്ത് തന്നെ ബിൽഡ് ചെയ്താണ്. അതായത് ഇവിടേക്ക് ഇനി ഒരു ഫർണിച്ചർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കോസ്റ്റ് വരും. അത് നമ്മൾ ഇതിന്ന് ബിൽഡിംഗ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എലമെന്റ്സ് കൊണ്ടുവരാൻ എളുപ്പമാണ്. അത് ഈ ഫർണിച്ചറിനെ വെച്ച് കമ്പയർ ചെയ്യുന്നത് അത് ലാഭമാണ്. അതെ. നമ്മൾക്ക് ചിലപ്പോൾ ഇത് ചെയ്യുന്ന പണിക്കാർക്ക് അറിയില്ല ഇതിന്റെ വാല്യൂ. അവിടെ ഒരു ഭിത്തി കെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കെട്ടിപ്പോവും. ഇത് പർപ്പസ് ആക്കുന്നത് നമ്മളാണ്. അപ്പൊ ആ രീതി അവരുടെ ഒരു കഴിവും, പക്ഷെ അവർക്ക് ചിലപ്പോൾ ഇതിൻ്റെ വാല്യൂ തിരിച്ചറിയില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ സമയം ഇത് എല്ലാ സമയത്തും യൂസ്ഫുൾ അല്ല. ഇത് നമുക്ക് ഫാമിലി ലിവിങ്ങിൽ വരുമ്പോഴൊക്കെ ഇത് ഉപയോഗിക്കാം. ഇത് ചില സമയത്താണ് യൂസ് ചെയ്യുക. അത് ചിലപ്പോൾ ചില മൂഡിനനുസരിച്ചൊക്കെ ആയിരിക്കാം. അത് എങ്ങനെ വേണമെങ്കിലും പൊതുയിടങ്ങൾ എപ്പോഴും പല രീതിയിലാണ് യൂസ് ആവുക. പിന്നെ ഇവിടെ നമ്മളൊരു സിമെന്റ് ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. ഈ സിമെന്റ് ടെക്സ്ചർ കൊടുത്തിട്ട് ഇത് ചെയ്തിരിക്കുന്നത്. അതിന്റെ സീലിംഗ് തന്നെ ജിപ്സം സീലിംഗ് കൊടുത്തിട്ട് അതിന്റെ വുഡൻ സ്ട്രിപ്സ് ആണോ കൊടുത്തിരിക്കുന്നത്? അല്ല, അത് പെയിന്റിംഗിൽ പെയിന്റ് ചെയ്തിരിക്കുകയാണ്. അത് എങ്ങനെ ചെയ്യാൻ പറ്റും? പിന്നെ ഈ ജിപ്സത്തിന്റെ മുകളിൽ ഇങ്ങനെ പെയിന്റ് ഫീലിംഗ് കൊടുക്കാൻ പറ്റും? നല്ല പെയിന്റിംഗ് ഉണ്ട്, അതുകൊണ്ട് നമുക്കത് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അതായത് കോസ്റ്റ് വൈസും കുറവാണ്. തീർച്ചയായും നല്ല വ്യത്യാസം. ഇത് നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്ത സമയത്ത് വുഡൻ ഇതായിരുന്നു, പാനലിംഗ് പോലെ ആയിരുന്നു. അപ്പൊ അത് കോസ്റ്റ് നന്നായിട്ട് കൂടിയായിരുന്നു. ഒരിക്കലും ജിപ്സത്തിന്റെ മുകളിൽ പെയിന്റ് ചെയ്തതാണെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല. പിന്നെ ഇതിനകത്ത് ഇനി എനിക്ക് ഈ സംവിധാനത്തെ പറ്റി നീളത്തിൽ കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി ഞാൻ എല്ലാ ആൾക്കാരോടെയും പറയും. നമ്മൾ വീട് വെക്കാനായിട്ട് തീരുമാനിച്ചിട്ട് വീടിനെ പറ്റി സംശയം ചോദിച്ചിട്ട് വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞാൻ അവരോടെല്ലാം പറയും, സർ, നിങ്ങൾക്ക് വീട് വെക്കാൻ നിങ്ങൾ ആദ്യമേ ഒരു ആർക്കിടെക്റ്റിനെ കാണും. എന്നിട്ട് നിങ്ങളുടെ ലൈഫിന്റെ ഫ്ലോ ചാർട്ട് നിങ്ങളുടെ വൈഫ്
കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ്, അങ്ങനെ ആ ഒരു സെഗ്മെന്റ്, ആ ഒരു റൊട്ടേഷൻ എങ്ങനെയാണ് അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്താൽ അതനുസരിച്ചിട്ടാണ്, അതാണ് നിങ്ങളുടെ റിക്വയർമെന്റ്. ആ റിക്വയർമെന്റ് പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. ഇവിടെ ബിബിനും അതുപോലെ തന്നെയാണ് ചെയ്തത്. അതായത് ഈ വീടിന്റെ നീളത്തിലുള്ള വീട്, അതിന്റെ ഒരു കോർണറിൽ മാസ്റ്റർ ബെഡ്റൂം, അതിനോട് അഡ്ജസ്റ്റന്റ് ആയിട്ട് കുട്ടികളുടെ കിഡ്സിന്റെ റൂം, അതിനോട് ചേർന്നിട്ട് തന്നെ അവരുടെ പേരൻസിന്റെ റൂം, ആ പേരൻസിന്റെ പിന്നെ ഒരു ഗസ്റ്റ് ബെഡ്റൂം അനദർ കോർണർ. അപ്പം അവരുടെ ആ യൂട്ടിലിറ്റി, അതായത് അവരുടെ ആ ഫാമിലി ഗ്രൂപ്പിംഗ് വരാനുള്ള സാധ്യത അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ അത് വളരെ അങ്ങനെ വേണം ചെയ്യാൻ. അതുകൊണ്ടാണ് ഇത് നമുക്ക് വേറൊരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തത്. തീർച്ചയായും അത് ഈ ആവശ്യമായിരിക്കില്ല വേറൊരാൾക്ക്. നല്ലത് ഈ മെമ്പേഴ്സ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം, അച്ഛനും അമ്മയും കുട്ടിയും അതൊക്കെ തന്നെ ആയിരിക്കാം. പിന്നെ അതെ ഇല്ല, ഇവരുള്ള സമയത്ത് ഇവരുടെ യൂട്ടിലിറ്റി അപ്പൊ ആ യൂട്ടിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതെ. അപ്പൊ നമ്മൾ ഇനി ഇതിന്റെ ഡൈനിങ് സ്പേസിലേക്ക് വന്നു. ഇതിപ്പോ നമ്മുടെ ഫാമിലി ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ, ഈ മൂന്നും ഒരേ സ്കോപ്പ്. ഇപ്പൊ വരുന്ന പുതിയ ഡിസൈനുകളിലെല്ലാം തന്നെ ഇങ്ങനെയാണ്. അപ്പം എന്തുകൊണ്ടായിരിക്കും കൂടുതൽ ആൾക്കാർ ഈ ഒരു തോട്ട് കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഒന്നാമത് എല്ലാവരും ഫാമിലി കണക്റ്റഡ് ആണ്. അതായത് കഴിക്കുന്ന സമയത്ത് മാത്രമല്ല ഡൈനിങ്ങിൽ ഇരിക്കുന്നത്, സംസാരിച്ചിരിക്കാനും ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്തും ഇതെല്ലാം കൂടി കണക്റ്റഡ് ആവുക എന്നാണ്. അപ്പോൾ ഒരാളെ തിരഞ്ഞുകൊണ്ടിരിക്കരുത്, കണ്ണിന് മുമ്പിൽ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ഏരിയയും വിസിബിലിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഡൈനിങ് ഇതുപോലെ തന്നെയാണ്, നമുക്ക് എപ്പോഴും ഒരു ആക്സസിങ് വേണം. അതാണ് ഇപ്പോൾ ഉള്ള പുതിയ ജനറേഷൻ. പിന്നെ ഇതിന് ചേർന്നിട്ട് ഒരു മനോഹരമായ ഒരു പാറ്റിയോ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ വെളിയിലാണ്, ഇതിന്റെ വെളിയിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു സ്ട്രക്ചറിൽ ഒരു ജാളിയൊക്കെ കൊടുത്തിട്ട് ഒരു എലമെന്റ്സ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ കൺസ്ട്രക്ഷൻ സമയത്ത് ഈ സാധനമൊക്കെ ഇങ്ങനെ വരും എന്ന് ഇമാജിൻ ചെയ്യുമായിരിക്കും അല്ലേ? ഇമാജിൻ ചെയ്യും. ഇമാജിനെ പിന്നെ ഡെവലപ്പ് ചെയ്യുന്നതാണ് അടുത്ത പ്രോസസ്സിങ്. അതായത് നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഈ രൂപം ആയിരിക്കില്ല. റിയാലിറ്റിയിലോട്ട് പോകുമ്പോൾ ഇമാജിനേഷനും കൂടി ഒരു കണക്ഷൻ കിട്ടാണ്ട്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന രൂപങ്ങളാണ് നമുക്ക് ഇവിടെ ഇത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മതിൽ കെട്ടി. അപ്പോൾ മതിൽ കെട്ടി കഴിഞ്ഞപ്പോൾ ആ മതിലും കൂടി പാഷ്യോറെ വ്യൂ ആയിട്ട് കിട്ടണം തോന്നി. അങ്ങനെ നമ്മൾ റിങ് എലമെൻറ്റ്സ് കൊടുത്തു. എല്ലാവർക്കും പാഷ്യോ എന്ന് പറയുമ്പോൾ കുറച്ച് ജാളി, കുറച്ച് ഗ്രില്ല് എന്നുള്ള കൺസെപ്റ്റാണ്. പക്ഷേ ഈ പാഷ്യോനെ നമ്മൾ മഴ പകുതി വരെ കൊള്ളുള്ളൂ. നമ്മൾ മുകളിൽ റൂഫ് പകുതിക്ക് ചെയ്തിട്ടുണ്ട്. അതായത് പലയിടത്തുള്ള പ്രശ്നം പാഷ്യോ കൊടുക്കും, പക്ഷെ നമുക്കൊന്ന് ഇറങ്ങി കാണാൻ പറ്റാത്ത രീതിയിലായിരിക്കും. കാരണം ഇത് കവർ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റിൽ കൂടി വലിയൊരു ഏരിയക്ക് അതെ, അത് ഒഴിവാക്കുക എന്നുള്ള രീതിക്ക് നമ്മൾ ഒരു പകുതി നമ്മൾ ഓടിൻ്റെ റൂഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്നുകൊണ്ട് ഇവിടെ ചേറിട്ടിരിക്കാനോ അല്ലെങ്കിൽ നിൽക്കാനോ നമുക്ക് പറ്റും. ഇനി അതല്ല, മഴ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത 2 സ്റ്റെപ്പ് പോയാൽ മതി. നനയണം. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ മഴ നനയുന്നില്ല, നനയും വേണം, നമ്മൾ കണ്ണിന് മുന്ന് പോവുകയും ചെയ്യരുത്. അതിനാണ് ഈ പാഷ്യോ. ഞാനൊരു കാര്യം ചോദിച്ചു, ഈ പാറ്റിയോയും കോർട്ട്യാർഡും തമ്മിലുള്ള വ്യത്യാസമുണ്ട്? പാറ്റിയോയുടെ ആക്സസ് ഉള്ള സംഭവമാണ്. അതായത് നമുക്കതിന് എപ്പോൾ വേണമെങ്കിലും കണ്ടുകൊണ്ടും ഇരുന്നു കൊണ്ടും ആസ്വദിക്കാം. കോർട്ട്യാർഡ് എന്നുള്ളത് നമുക്ക് വിസിബിലിറ്റിയാണ്, നമുക്ക് കാണുന്ന ആസ്വാദനങ്ങളാണ് അതിനുള്ളത്. അതായത് മനസ്സിന് സമാധാനം, മനസ്സിന്റെ ഒരു കുളിർമയ്ക്ക് വേണ്ടി മാത്രമാണ്. അതെ. ചിലപ്പോൾ നമ്മൾ സാഡായിട്ടിരിക്കാം, ഹാപ്പി ആയിട്ടിരിക്കാം, ഇത് രണ്ടിനെയും കോർട്ട്യാർഡ് ഓക്കെയാണ്. പക്ഷേ ഒരു നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഹാപ്പി ആവണം. അതെ, വായിക്കാം, നമുക്ക് എന്തെങ്കിലും പർപ്പസ് ഇതിൽ നടക്കും. മറ്റേതിൽ നമ്മളെ ചിലപ്പോൾ റിലാക്സ് ചെയ്യുന്നുണ്ടാവും. അതാണ് ആ ഒരു സംഭവം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മളുടെ ആ ബെഡ്റൂമിൽ നിന്നുള്ള ഒരു ആക്സസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് പാരന്റ്സ് റൂമാണ്. പാരന്റ്സിന്റെ റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ആക്സസും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വീടുകൾ നിർമ്മിക്കുമ്പോൾ ഈ അതിനെ കൂടുതൽ മനോഹരമാക്കാൻ എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്? ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം എൻ്റെ വീടാക്കണം. അതായത് ആ വീട്ടിൽ ഞാനൊന്ന് ജീവിച്ച് തീർക്കണം. അതിലെനിക്ക് അമ്മ ഉണ്ട്, പെങ്ങളുണ്ട്, അമ്മമ്മ ഉണ്ട്, അമ്മച്ചനുണ്ട്, പ്രായ ആൾക്കാരുണ്ട്, വയ്യാത്തവരുണ്ട്, ഇങ്ങനെ എല്ലാവരും എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്. അപ്പോൾ ഇവരെല്ലാം കണ്ടുകൊണ്ട് ഇവരുടെ ബുദ്ധിമുട്ട് കൂടി മനസ്സിലാക്കിയിട്ടായിരിക്കണം ഞാൻ വീട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊന്ന് ജീവിച്ച് തീർത്ത വീടാണ് അവർക്ക് ജീവിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഏരിയയും എൻ്റെ കണ്ണെത്തിയിട്ടുണ്ടാവും. അത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ജീവിച്ച് തീർത്തിട്ട് നിർമ്മിക്കുന്ന വീടുകൾക്കാണ് ജീവൻ ഉണ്ടാവുന്നത്. അതെ, തീർച്ചയായും. റൂഫിംഗ് ഷീറ്റ് വാങ്ങാൻ പോകുമ്പോൾ VGCBനെ എടുത്തു പറഞ്ഞില്ലെങ്കിൽ നിനക്ക് പണി കിട്ടും. ഇന്ത്യയിലെ ലീഡിംഗ് ബ്രാൻഡുകളോടൊപ്പം VGCBനെ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 35 വർഷങ്ങളായി. ഒറിജിനലെ ഇവിടെ കിട്ടും. ഒറിജിനൽ ഏതെന്നറിയാൻ വെരി ഈസി. ഓർക്കുക, ബീന VGC. മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ റൂഫിംഗ് ആൻഡ് ആക്സസറി സ്റ്റോർ VGC ബീന, കായംകുളം. അപ്പൊ നമുക്ക് ഇനി എന്റെ കിച്ചൺ സൈഡിലേക്ക് പോവാം. നമ്മളിവിടെ ഓൾറെഡി വന്നു, ഡൈനിങ് കണ്ടു, പാറ്റിയോ കണ്ടു. ഇനി അടുത്ത് നമ്മളുടെ കിച്ചൺ.
ഞാൻ ഇതിന്റെ പ്ലാനിനകത്ത് കണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവം, ഈ കിച്ചണ് കൊടുത്തേക്കുന്ന സെയിം ഏരിയ ആണ് നമ്മളുടെ വർക്ക് ഏരിയ കിച്ചണും കൊടുത്തേക്കുന്നത്. അതെ അതെ. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇതിൽ കൂടുതൽ ഉപയോഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏരിയയിലാണ് നടക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്ലാൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ആ വിശാലതയാണ് പലപ്പോഴും മോഡുലാർ കിച്ചൺ കൊണ്ട് കൊണ്ടുവരുന്നത്. അതായത് നമുക്ക് വർക്ക് ഏരിയയുടെ പർപ്പസാണ് സത്യം പറഞ്ഞാൽ കൂടുതൽ. നമുക്ക് ഈ ഡ്രൈ ആയിട്ടുള്ള ഫ്രൈ അങ്ങനെ ഐറ്റംസ് ഒക്കെ വർക്ക് ഏരിയയിലാണ്. ആരാണ് ട്രൈ ചെയ്യുന്നത്? കൂടുതൽ വീടുകളിലും പുറത്തുനിന്ന് എല്ലാ ദിവസവും സ്വിഗ്ഗി ചെയ്യാണ് പതിവ്. അതെ, അകത്ത് ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് വരുന്നത്. പക്ഷേ ചില സമയത്ത് നമ്മുടെ ഒരു വീട്ടിൽ ഒരുപാട് വർഷം ജീവിക്കുന്നത്, അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കൊരിക്കലും ഈ ഓൺലൈനിൽ ഫുഡ് എടുക്കുന്ന പർപ്പസ് മാത്രമല്ല വീട്. അതുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യുന്ന ഒരു പർപ്പസിനാണ് കൂടുതൽ ഏരിയ നമുക്ക് ആവശ്യമായിട്ട്. അത് കുറച്ചും കൂടി കംഫർട്ടായിട്ട് ഉപയോഗിക്കാനും കുറച്ച് റഫായിട്ട് ഉപയോഗിക്കാനും നമ്മുടെ വർക്ക് ഏരിയ പറ്റും. ഇപ്പോൾ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കൂടുകയാണെങ്കിലും ആ ഏരിയയിലാണ് നമുക്ക് വർക്ക് കൂടുതൽ നടക്കുക. അവിടെ പ്രിപ്പയർഡ് ആയ ഫുഡിൻ്റെ പ്രസൻറ്റ് ചെയ്യുന്നൊരു സംഭവമാണ് സത്യം പറഞ്ഞാൽ മോഡുലാർ കിച്ചൺ കണ്ടുവരുന്നത്. അതെ അതെ. അടുത്ത സെഗ്മെന്റ് ആണ് നമ്മുടെ ഈ പ്രസന്റിങ്. അതെ, ഇവിടെ വൃത്തിയുള്ളത്. അതെ, മേക്കപ്പിംഗ് റൂമാണ് നമ്മുടെ വർക്ക് ഏരിയ ആയിട്ട് വരുന്നത്. തീർച്ചയായും അവിടെയാണ് ഇത് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് ടേസ്റ്റുകളെല്ലാം പ്രിപ്പയർ ആവുന്നത് അവിടെയാണ്. ഒരാൾ സ്ട്രഗിൾ ചെയ്യുന്നതും അവിടെയാണ്. സത്യത്തില് ഈ ഷോ കിച്ചൺ എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയും, ഷോ കിച്ചണിന്റെ ആവശ്യം ഉണ്ടോ? ഏതെങ്കിലും ഒരു കിച്ചൺ വൃത്തിയായിട്ടൊക്കെ ചെയ്താൽ പോയി. അല്ല, അതിൽ ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ ഷോ ഉണ്ട്, അതവിടെ ഷോ കിച്ചൺ ആണ്. അപ്പോൾ നമുക്കതൊരു അതായത് ഡൈനിങ്ങിന്റെ അവിടുന്ന് ഈ ഓപ്പൺ കിച്ചൺ കണ്ടിട്ടില്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആവുന്നില്ല. ആ ഒരു പ്രശ്നം കൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഡൈനിങ് അവിടെ ഇരുന്നു ഫുഡ് എവിടുന്നെങ്കിലും വന്നാൽ മതി എന്നുള്ളൊരു പോയിന്റ് ആണെങ്കിൽ നമുക്ക് ഈ ഷോ കിച്ചൻ്റെ ആവശ്യമില്ല. ഇതിന്റെ കണ്ടിന്യൂറ്റി എന്നുള്ളത്, നേരത്തെ ഒരു ഡൈനിങ്ങിന്റെ കാര്യം ചോദിച്ചല്ലോ, അതുപോലെ ഇതിന്റെ കണ്ടിന്യൂറ്റിയാണ് ഡൈനിങ്ങിന്റെ കണ്ടിന്യൂറ്റിയാണ് ഇത്. അപ്പൊ ഇത് ശരിക്കും ഇതിന്റെ നീളവും വീതിയും കുറയുകയാണെങ്കിൽ, ഇവിടെ ഇപ്പൊ സ്ഥലം ഒരുപാട് ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ. ഇതിന് സ്ഥലം കുറവാണെങ്കിൽ സ്ഥലപരിമിതി കുറയ്ക്കുന്നതാണ് ഷോ കിച്ചണുകൾക്ക് എപ്പോഴും നല്ലത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. അവിടെ എത്ര പേര് പെരുമാറുന്നു എന്നുള്ളത് നോക്കിയിട്ടിരിക്കും. പിന്നെ ചില സമയത്തൊക്കെ നമുക്ക് സ്പേസ് ചിലപ്പോൾ 2 പേർക്ക് ജീവിക്കുന്നവർക്ക് ചെറിയ സ്പേസ് മതിയായിരിക്കാം. പക്ഷെ ഒരു 4 ആൾക്കാർ വന്നു കഴിയുമ്പോൾ അവർ ബുദ്ധിമുട്ടുന്നത് ഗസ്റ്റ്. ഇവിടെ ഓൾറെഡി 4 പേരുണ്ട്, അച്ഛൻ, അമ്മ, അവരുടെ മക്കളെ. അതെ ഞാൻ ഉദ്ദേശിച്ചത്. അതെ, കൂടുതൽ ആൾക്കാർ വരുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കും അവർക്കുണ്ടാവില്ല അത് പോയി കഴിഞ്ഞാൽ. പക്ഷേ ആ വീട്ടിലുള്ളവർക്ക് അവർക്കത് കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു ഡൗട്ട്. അതൊക്കെ തന്നെയാണ് പലപ്പോഴും വീടിൻ്റെ വലുപ്പം കൂടാനുള്ള കാരണം. വരുന്നവരെ ഓക്കെ ആക്കി ഇരിക്കുക എന്നുള്ളത് മാത്രം. അങ്ങനെ ഒരു സംഭവം നമുക്ക് ഈ പ്ലാനിങ്ങിൽ വരാറുണ്ട്. ഇവിടെ പിന്നെ നമ്മൾ ഇത് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ്സ് ആണല്ലോ. അതെ അതെ, ഇത് ഗ്രാനൈറ്റ്സ് കൊടുത്തു. അപ്പൊ ഇതിന് താഴെ കൊടുത്തിരിക്കുന്നതെല്ലാം മൈക്ക ലാമിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് തീമിലാണ് ചെയ്തത്. അവർക്കൊരു വൈറ്റ് തീം ആവശ്യമായിരുന്നു. പിന്നെ അതെ, നമ്മൾ വർക്ക് ഏരിയയുടെ ഒരു വലുപ്പം കൂടിയതിന്റെ റിസൾട്ട് കാണുന്നതാണ് ഈ കിച്ചൺ. അതായത് വൈറ്റ് ആണെങ്കിലും ഈ വൈറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സകല പ്രൊട്ടക്ഷനും നമ്മൾ വർക്ക് ഏരിയയിൽ കിട്ടില്ല. പിന്നെ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഈ ശരിക്കും നമ്മൾ എന്തിനാണ് അതൊരു അഡീഷണൽ കോസ്റ്റ് മുടക്കുന്ന പരിപാടിയാണ്. പക്ഷേ വർക്ക് ഏരിയയും അതുപോലെ തന്നെ ഇത്രയും വലിയൊരു കിച്ചണും. അപ്പൊ സത്യത്തിൽ ഇന്നുള്ള പുതിയ തലമുറയുടെ ഒരു തോട്ട് പ്രോസസ് ആണത്. ആ തോട്ട് പ്രോസസ് ഒന്ന് മാറ്റി അവരുടെ യൂട്ടിലിറ്റി മാത്രം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു പരിപാടി ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ പല ആൾക്കാരും പറയാറുണ്ട് ഈ കുക്ക് ചെയ്യുന്ന സമയത്തുള്ള സ്മെല്ല്, ആ സ്മെല്ലിനെ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു പരിപാടി ഉണ്ടെങ്കിൽ പറ്റും എന്നുള്ളത് പറയുന്നുണ്ട്. എന്തായാലും പുതിയ തലമുറയുടെ തോട്ടിനനുസരിച്ച് നമുക്ക് ചട്ടങ്ങളെ മാറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയന്റുകൾ മാറുമ്പോൾ കൺസെപ്റ്റുകൾ മാറും. അതെ അതെ. വിശാലത തോന്നുന്നവർ ഒരിക്കലും നമുക്ക് പിടിച്ചിട്ട് ചെറിയ റൂമിൽ കൊണ്ടിടാൻ കഴിയില്ല. അത് മെന്റലി തോന്നുന്നൊരു കാര്യങ്ങളാണ്. ഇവിടെ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇതുമായിട്ട് കണക്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കോമൺ തീം തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മളൊരു പ്ലൈവുഡ് എലമെന്റ് കൊടുത്തിട്ട് അതിന്റെ ഒരു എൻട്രൻസ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വുഡൻ സെപ്പറേഷൻ ആയിട്ട് അത്. പിന്നെ ഈ മാച്ചിങ് എല്ലാം മാറ്റ് ഫിനിഷ് സാധനം ടൈലാണ് കൊടുത്തത്. പിന്നെ നമ്മൾ ഇവിടെയാണ് നമ്മളുടെ ആ ഒരു തീം, അതായത് 2 എലിവേഷൻ വരുന്നു പറഞ്ഞു. ഇതിന്റെ വാസ്തു അനുസരിച്ചിട്ടായിരിക്കും കിഴക്കോട്ട് ഇറങ്ങണം എന്നുള്ള ഒരു പോയിന്റ് വന്നിരിക്കുന്നത് അല്ലേ? അതെ, അത് നമ്മൾ സിറ്റ് ഔട്ട് സ്റ്റെപ്പ് ആണെങ്കിലും അത് കിഴക്കോട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ വാസ്തുശാസ്ത്രം നമ്മളുടെ ഡിസൈനിങ്ങിനെ എത്രത്തോളം സ്വാധീനിക്കാറുണ്ട്? ഞാൻ വാസ്തുവിനെ കാണുന്നത് നമ്മൾ എയർ സർക്കുലേഷൻ, നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ ഹാപ്പിനെസ് ആണെങ്കിൽ അത്
വലുതാവുക, സാഡ്നെസ് ആണെങ്കിൽ അത് കുറയുക, ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കാറില്ല. അപ്പോൾ മാക്സിമം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു തുറവി ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വാസ്തുശാസ്ത്രം കൊണ്ട് ഉണ്ടാവേണ്ടത് വീടിനകത്ത് വെളിച്ചവും കാറ്റും കൂടുതലായിട്ട് വേണം. അതെ അതെ. വീടിനുള്ളിലുള്ള മുറികൾക്ക് ജീവൻ കൂടുക. അതെ അതെ അതെ. അതാണ്, അതൊരു ശാസ്ത്രമാണ്. ആ ശാസ്ത്രം അപ്ലൈ ചെയ്യുന്നതിന് പല ആൾക്കാരും പല എന്താ പറയണ്ടേ അന്ധവിശ്വാസങ്ങൾ പറഞ്ഞ് പരത്തുന്നുണ്ട്. തീർച്ചയായിട്ടും. അങ്ങനെ പറയുന്ന ഒരു അന്ധവിശ്വാസത്തെ പറ്റി ഒന്ന് പറയാമോ? നിങ്ങൾ കൺസ്ട്രക്ഷനിൽ നിങ്ങൾ ഫേസ് ചെയ്ത വാസ്തുവായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അന്ധവിശ്വാസത്തെ പറ്റി പറയാമോ? അത് അന്ധവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാൻ വരച്ച സമയത്ത് തന്നെ നമ്മൾ ആദ്യം ഒരു വാസ്തുക്കാരനെ കാണിച്ചത്. അപ്പോൾ അവർ പറഞ്ഞ കുറേ കാര്യങ്ങൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോജിക്കലായിട്ടുള്ള റീപ്ലേസ് കിട്ടാറില്ല. അതായത് ചിലവ് കൂടും, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് പോയിന്റുകൾ പറയും. ഓക്കെ, നമുക്കത് വിശ്വസിക്കാതിരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇതിനൊരു പ്രാക്ടിക്കലായിട്ട്, അതായത് ഇപ്പോൾ നമുക്കൊരു ഒരളവ് വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഇത്ര സെൻറ്റിമീറ്റർ കിട്ടിയാൽ ഇത്ര പോകുന്നൊരു സോഫ ഇടാൻ പറ്റുള്ളൂ എന്നൊക്കെ നമുക്കൊരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു നോളേജാണ്. അതുപോലെ ഒരു പ്രാക്ടിക്കൽ നോളേജ് വരാറില്ല പലപ്പോഴും. എല്ലാവരും ഞാൻ പറയുന്നില്ല, ഭയപ്പെടുത്തലോടുകൂടി നമ്മുടെ ഒരു ഫിക്സ് ചെയ്യുന്ന രീതി. എത്രയോ പ്ലാനുകൾ നമ്മൾ വരച്ചു കൊടുത്ത ശേഷം പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ ഇത് വെച്ച ഉടനെ ആൾ വെച്ചു. അതെ അതെ, അത് ഗ്രഹനാഥൻ മരിക്കും, അങ്ങനത്തെ കുറച്ച് പോയിന്റുകൾ. അതെ അതെ. അപ്പോൾ രണ്ട് തരത്തിലാണ് ഇത്. രണ്ട് തരത്തിലുള്ള ആൾക്കാർ. ചില ആൾക്കാർ നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് ബിബിൻ എനിക്ക് വാസ്തുവിൽ ഒരു വിശ്വാസമില്ല എന്ന് പറയുന്നവർ സ്റ്റാർട്ടിങ് വരാറുണ്ട്. പക്ഷെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഒരു തലമുറയുടെ ഒരു പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ വിശ്വാസമുള്ള ഒരു തലമുറ പുറകിലുണ്ട്. അപ്പോൾ എനിക്ക് ഇനി മുന്നോട്ടുള്ള തലമുറയിൽ ചിലപ്പോൾ കുറവ് വരാം, കൂടുതൽ വരാം. പക്ഷേ പഴയ തലമുറയിൽ കുറച്ച് ആൾക്കാർക്ക് നമ്മൾ ഈ പ്ലാൻ റിലേറ്റഡ് ആയിട്ട് നടക്കുന്നൊരു സംഭവങ്ങളുണ്ട്. അതായത് ഇതിൻ്റെ കുറ്റിയടിക്കൽ ചടങ്ങ്. ആ സമയത്ത് നമുക്ക് ഏറ്റവും സംഭവിക്കുന്നത്, നമുക്കൊക്കെ ഒരു ബ്ലെസ്സിങ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതായത് മുതിർന്നവരെന്ന് വേണമെങ്കിൽ പറയാം. ഇവരൊക്കെ ഈ വിശ്വാസത്തിലൂടെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ സമയത്ത് പുതിയ കൺസെപ്റ്റുകളൊക്കെ പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ആ ജനറേഷന് ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമുക്ക് ഈ മുതിർന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ. അതായത് ഒരു ബ്ലെസ്സിങ് ആണത്. അതെ. അപ്പോൾ അവരുടെ ഒപ്പീനിയൻസ് എപ്പോഴും ഒരു വാസ്തു കണക്റ്റഡ് ആയിട്ടായിരിക്കും. ആ വാസ്തു നോക്കിയിട്ടില്ലേ. അപ്പോൾ ഇൻ കേസ് നമ്മൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരുപാട് ഇൻസിഡൻസുകൾ മേ ബി എടുത്തിടാം. അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചെറിയൊരു ഭയം ജനിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി മുതിർന്നവരെ നമുക്ക് ധിക്കരിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ വാസ്തുവിലോട്ട് പോകുന്ന കുറേ പ്ലാനുകളുണ്ട്. അതായത് ചിലപ്പോൾ ഇഷ്ടങ്ങൾ അതായിരിക്കില്ല, പക്ഷേ അച്ഛൻ്റെ അമ്മയുടെയും ഇഷ്ടങ്ങൾ. ചിലപ്പോൾ മകൻ ഒരു വീട് വെക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടില്ല, മകന് നാളെ നാശം സംഭവിക്കരുതേ എന്നുള്ള ഈ വാസ്തു കൺസേണിലാണ് അവർ ചിലപ്പോൾ സ്റ്റക്കായി നിൽക്കുന്നത്. പക്ഷേ വാസ്തു ഒരു ശാസ്ത്രമാണ്, ഒരിക്കലും ഒരു അന്ധവിശ്വാസമല്ല. അല്ല, പക്ഷെ അത് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് അവരുടെ തന്നെ പോയിന്റ് മാറ്റുന്നുണ്ട്. നമുക്ക് കിട്ടിയ അനുഭവങ്ങളാണ്. അതായത് ഒരു വാസ്തുക്കാരനെ വിളിച്ചിട്ട് വാസ്തു നോക്കി പോയ ഒരു 5 കൊല്ലം ശേഷം അയാളെ വീണ്ടും വിളിച്ചു കഴിഞ്ഞാൽ അയാൾ പുതിയ അളവുകൾ പറയുകയാണ്. അതായത് ഇതിന് കൃത്യമായിട്ട് നമ്മളൊരു ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതിന് കൃത്യമായിട്ട് നിയമം കണ്ടിട്ടില്ല. ഓക്കെ, ബുക്കുകൾ ഉണ്ടായിരിക്കാം. ആ ബുക്കുകൾ തന്നെ ഇത് എനിക്ക് തോന്നുന്നു പലപ്പോഴും വാസ്തു എനിക്ക് കൂടുതൽ അറിവില്ല എങ്കിൽ പോലും പലപ്പോഴും ഗുരുക്കന്മാരിൽ നിന്ന് ഇടുന്നതായിരിക്കും. അത് വ്യക്തികളുടെ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസമാണ്. അതൊരു ഗുരുവിന് തെറ്റിയ എല്ലാ ശിഷ്യന്മാർക്കും തെറ്റാം. അത് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം. അല്ല, നമ്മൾ ഇതിനകത്ത് സിംപ്ലി ഇത്രയും കാര്യം മാത്രം ഉറപ്പിക്കുക. വീടിനുള്ളിൽ കാറ്റും വെളിച്ചവും കിട്ടാനുള്ള ഡയറക്ഷൻ നമുക്ക് അതിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ പല വീടുകളിലും പിന്നെ കാറ്റ് എൻട്രി ചെയ്യുന്ന, അതായത് നമുക്ക് വിൻഡ് എൻട്രി ചെയ്യേണ്ട സ്ഥലത്ത് ജനൽ ഉണ്ടാവും, വിൻഡ് ഔട്ട് വേണം. ഔട്ട് പോകുന്ന സ്ഥലത്ത് വിൻഡോ ഉണ്ടാവും. നമ്മളിപ്പോ ഒന്ന് ശ്വാസം വലിച്ചിട്ട് എത്ര നേരം നമുക്ക് പിടിച്ചുവിടാതിരിക്കാൻ പറ്റും. ഇത് കുഞ്ഞുങ്ങളുടെ സ്റ്റഡി ഏരിയ ആണ്. അതെ അതെ അതെ. ശരിക്ക് അവര് പുറത്താണ്, അവരുടെ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അതെ അതെ അതെ. അപ്പൊ ഇതാണ് കുഞ്ഞുങ്ങളുടെ ഏരിയ. ഞാനത് ആദ്യം നമ്മൾ സംസാരിച്ച ആ ഒരു ഫ്ലോ ചാർട്ട്, അവരുടെ ഫാമിലിയുടെ ഫ്ലോ ചാർട്ട്. ഇവിടെയാണ് അവരുടെ മാസ്റ്റർ ബെഡ്റൂം, ഇവിടെയാണ് നമ്മുടെ കിഡ്സിന്റെ ബെഡ്റൂം, ഇവിടെയാണ് പേരന്റ്സിന്റെ ബെഡ്റൂം. അപ്പം ഇവിടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ, അപ്പൊ കുട്ടികൾ പഠിക്കുന്ന കാലഘട്ടത്തിലുള്ള പേരന്റ്സ് ആണ് വീട് വെക്കുന്നത്. അവർക്ക് ഇതേപോലെ കുഞ്ഞുങ്ങളെ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം കറക്റ്റ് ചെയ്ത ശേഷം മാത്രമാണ് ഈ പറയുന്ന സംഭവം ചെയ്യേണ്ടത്. അത് വളരെ സിമ്പിൾ ആയിട്ട് സ്ട്രക്ചറൽ ട്യൂബുകളിലാണ് കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം. ഈ മാസ്റ്റർ ബെഡ്റൂമിലോട്ട് ശരിക്കും പറഞ്ഞാൽ ഈ വീടിന്റെ ഏറ്റവും വലിയ ബെഡ്റൂം ഇതാണ്. 440x420 സൈസ്. അതാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വാർഡ്രോബ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ടേബിൾ അതുമായിട്ട് കണക്റ്റഡ് ആയി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇല്ലാത്തത് കൊണ്ട്, ഇത് യൂസ് ഇല്ലാത്തതുകൊണ്ട് അതെ ഒരു നമുക്ക് മെയിൻ്റെനൻസ് ഇല്ലല്ലോ. അപ്പം പിന്നെ അതാണ് നമ്മുടെ ആവശ്യം. ഇതിപ്പോൾ നമ്മളിങ്ങനെ കുറേ ഡെക്കോർ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല, ഇത് പർപ്പസ് കൂടി വേണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കാറ്റും വെളിച്ചം എന്നുള്ള ഒരു ഡെക്കോറിങ് ഉണ്ട്. അത് നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഏകദേശം 4ഓളം വിൻഡോ നമുക്ക് ഈ ബെഡ്റൂമിന് തന്നെ വന്നിട്ടുണ്ട്.
ഇവിടുന്ന് ഒരു വിൻഡോ, അത് ഈ വിൻഡോയെ പറ്റി നമുക്ക് പറയണം. ഈ വിൻഡോയുടെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ വിൻഡോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഒരു ബാറ്ററി ഉണ്ട് ഇവിടെ. അതെ ഫ്യൂച്ചറിലേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന വാട്ടർ കണക്ഷനും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവം. അപ്പുറത്ത് കുട്ടികളുടെ റൂമാണ്. അപ്പൊ ഈ ഒരു ഏരിയ ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ ആ ഏരിയ കൂടെ കണക്റ്റഡ് ആയിട്ടാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൽ നിന്ന് പുറത്തോട്ടുള്ള ഒരു ആക്സസും പ്രകൃതിയിലോട്ടൊരു ആക്സസും ഉണ്ട്. ഇത് നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ ആണ്. ഈ ഡ്രസ്സിംഗ് ഏരിയക്ക് സെപ്പറേറ്റ് ഇത്ര ഒരു ഏരിയ നീളത്തിൽ കൊടുക്കേണ്ട കാര്യമുണ്ട്. കാര്യം എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഒരു പർപ്പസാണ്. അതായത് നമുക്കിപ്പോൾ ഒരു മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കണമെങ്കിൽ അതിൻ്റെ അത്രയും വൈഡ്നെസ് വേണം. നമുക്കൊന്ന് വൈഡായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടോട്ടലി ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്കത് ഒരു കോൺഫിഡൻസ് കൂടി നമുക്ക് കിട്ടും. ആരും പറഞ്ഞിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് എൻ്റെ പേജിൽ ഒരാൾ പറയുന്നത് ഈ ഡ്രസ്സിംഗ് ടേബിൾ ഇടുന്നത് ഇത്ര ലെങ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ഒരു പർപ്പസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അല്ല, അത് പർപ്പസ് ആദ്യം ബിബിൻ പറഞ്ഞ സത്യമാണ്. ബിബിൻ ഇത് ചെയ്യുന്നതിന് മുന്നേ ബിബിന്റെ ലൈഫുമായിട്ട് ഇതിനെ ക്ലബ്. തീർച്ചയായും. അല്ല, എനിക്ക് തോന്നുന്നത് പലപ്പോഴും എന്തൊക്കെയൊക്കെ ഡ്രസ്സ് ഇട്ട ശേഷം നമ്മളൊരു ഫ്രണ്ടിനോടോ ചോദിക്കാം എങ്ങനെയുണ്ട്, ഓക്കെ ആണോ ചോദിക്കുക. അതായത് അപ്പൊ അവർ പോയി നോക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, കുറച്ച് വിട്ടിട്ടാ. അപ്പൊ നമുക്ക് തന്നെ ഇത്രയും വിട്ടെന്ന് നോക്കിക്കൂടെ? നമ്മളെ തന്നെ നമുക്കൊന്ന് സെൽഫ് ഓക്കെ, എനിക്ക് ഓക്കെയാണ്. കാരണം എനിക്ക് ലെഗ് മുതൽ നമുക്ക് അതൊരു ഫീല് കിട്ടും. അപ്പോൾ എല്ലായിടത്തും ഈ കൺസെപ്റ്റ് ഓക്കെ ആവണമെന്നില്ല. നമുക്കിവിടെ സ്പേസ് കിട്ടിയപ്പോൾ നമ്മളത് യൂസ്ഫുൾ ആക്കി. കാരണം എനിക്ക് പോലും തോന്നി, ഇപ്പോൾ നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നൊരു ടെക്സ്റ്റൈൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ മിററിൻ്റെ സൈസ് ഇത്രയും വലുത് കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ അത്രയും ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഇതിൽ ഫിൽ ആയിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. അപ്പോൾ ബാത്റൂമിന് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ രണ്ട് സെപ്പറേറ്റ് തന്നെയാണ്. അതെ. പിന്നെ നമ്മുടെ ക്ലോസറ്റ്സും വാഷ് ബേസിനും ഒക്കെ മീഡിയം സെറ റേഞ്ചുള്ള സാധനങ്ങളാണ്. അതെ. പിന്നെ ഇതിന്റെ ഒരു മിറർ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ടൈൽസ് എല്ലാം വോൾ ടൈല്, മാറ്റ് ഫിനിഷ് ടൈല് 2x2 ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ വെച്ച് ഫുള്ളി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വോൾ ഹാങ് ക്ലോസറ്റ് ആണ് യൂസ് ചെയ്യുന്നത് എല്ലാ റൂമിലും. അത് വളരെ ഭംഗിയായിട്ട് തന്നെ അതിന്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് വീടിന്റെ എല്ലാ ഭാഗവും കവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ മുകളിൽ രണ്ട് സ്പേസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അത് രണ്ട് യൂട്ടിലിറ്റി മൂന്ന് സ്പേസ് കൊടുത്തിട്ടുണ്ട്. 3 സ്പേസ് 3 യൂട്ടിലിറ്റി സ്പേസ്. ആ 3 യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ആ ഒരു എന്താ പറയണ്ടേ ഡ്രസ്സ് വെച്ചിട്ട് ചെയ്തു. ഡ്രസ്സ് വെച്ച് ചെയ്ത് ആ ഒരു ഭാഗത്ത് ഒന്ന് തുണി ഉണക്കാനും ഒന്ന് ജിമ്മിന് വേണ്ടിയും ആ ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. ഈ ഒരു നില വീട് വെക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമാണ് സ്പേസ് ഇല്ലെങ്കിൽ. ഈ മഴക്കാലത്ത് ഈ ക്ലോത്തുകൾ കൊണ്ട് ഇടുക, ഉണക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ പഴയ പോലെ ഇപ്പോൾ റൂമിലൊന്നും നമ്മൾ ആഴയൊന്നും കെട്ടാറില്ല. എല്ലാവരും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒറ്റ നില വരുമ്പോൾ ഉള്ളൊരു മെയിൻ പ്രശ്നമാണ് ഈ സ്റ്റെയർ റൂം കൂടി ഇല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. അതായത് സ്റ്റെയർ റൂം ഉണ്ടെങ്കിൽ നമുക്ക് ഷീറ്റോ കാര്യങ്ങളോ ഇട്ടിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എലവേഷന് വേണ്ടി കൊടുത്ത ഏരിയാസുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പർപ്പസ് യൂസ് ചെയ്യും. അത് പാഷ്യൂന്ന് നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പാറ്റ്യൂന്ന് തന്നെ നമ്മൾ മുകളിലോട്ടുള്ള ആക്സസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു നൈറ്റ് ആണെങ്കിൽ പോലും വീട്ടുകാർക്ക് വലിയ പേടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആ പർപ്പസ് യൂസ് ചെയ്യുക എന്നുള്ളത് രീതിയിലാണ്. ശരിക്കും വീടുകൾ നിർമ്മിക്കുമ്പോൾ വീടുകളിൽ ഈ ഷോ ഭാഗം എന്ന് പറയുന്നത് വീടിന്റെ പാലുകാച്ച ദിവസം ഞാൻ ചെയ്ത വീട് ഭയങ്കര ഭംഗിയായി അതൊരു അഭിമാനത്തോടു കൂടി ആൾക്കാരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന ആ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ വീടിന് വരേണ്ടത് വീടിന്റെ എല്ലാ പോർഷനിലും യൂട്ടിലിറ്റി സ്പേസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും. തീർച്ചയായും കല്യാണം കഴിക്കുന്ന ദിവസം കല്യാണം കഴിച്ച് പെണ്ണും ചെറുക്കനും ഒരുങ്ങി ആ ഒരു ദിവസത്തെ ഫോട്ടോ എടുപ്പേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് പിന്നീട് ഫോട്ടോ എടുക്കാനൊന്നും ആരും വരത്തില്ല. പിന്നെ നമ്മുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളതാണ് ആ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അതിന്റെ ഏറ്റവും വലിയ. തീർച്ചയായും എന്ന് പറയുന്ന പോലെയാണ് ഇതെല്ലാം നമ്മുടെ ലൈഫോട്ടൊക്കെ ഭയങ്കരമായിട്ട് ക്ലബ് ചെയ്തിരിക്കുകയാണ്. വിപിൻ, നമ്മുടെ ഫോം കമ്പനിയുടെ പേരെന്താ? ബി ആർട്സ് ആർക്കിടെക്ട്സ്. എവിടെയാ ബേസ് ചെയ്യുന്നത്? നമ്മുടെ പാലക്കാട്, മണ്ണാർക്കാട്, എടത്തനാട്ടുകര എന്ന് പറയാം. ഇപ്പം കേരളത്തിൽ എല്ലാ ജില്ലയിലും വർക്ക് നടക്കുന്നുണ്ടെന്നോ? ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലും ഉണ്ട്. മൊത്തത്തിൽ കൺസ്ട്രക്ഷൻ ഉൾപ്പെടെ ഏറ്റെടുത്ത് അങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ. അതായത് നമ്മൾ അങ്ങനെ ചെയ്യുന്നതിനൊരു കാരണമുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഒരു ഫോട്ടോ ഫ്രെയിംസ് അല്ലെങ്കിൽ ചെടി വെക്കുന്നത് വരെ അതായാലും അത് കംപ്ലീറ്റ് ആവുള്ളൂ. കാരണം പല വീടുകളും അവർ ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ രണ്ട് കാരണങ്ങളും സംഭവിക്കാം. ഒന്ന് ഫിനാൻഷ്യലി ആയിട്ടുള്ള സ്ട്രഗിളിങ് കാരണം പലതും കഴിയാതെ വരും. പക്ഷെ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഭംഗിയാക്കി കൊടുക്കാതിനെ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇവിടെ വെച്ച പല പ്ലാന്റ്സുകളും നമ്മുടെ ഇഷ്ടത്തിന് അപ്പുറത്തും ഇപ്പുറത്തുള്ള ചെടികളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുക്കലുണ്ട്, നമുക്കതിനെ ഒരുക്കി കൊടുക്കാൻ പറ്റും. ഇപ്പം എത്ര സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞ മൊത്തത്തിൽ? നമ്മുടെ ഓഫീസിൽ 16 പേര്. അപ്പോൾ 16 പേർക്ക് ബിസിനസ്സിലൂടെ ഒരു ഓണ്ടർപ്രണർഷിപ്പ് റൺ ചെയ്ത് 16 പേരുടെ ഫാമിലിയെ റൺ ചെയ്യുന്ന ഒരു 31 വയസ്സുള്ള യുവ സംരംഭകനാണ്. അതെ, അങ്ങനെ എന്നറിയില്ല, ഞാൻ എൻ്റെ ചെയ്തു പോകുന്നു. അതിലൂടെ ഞങ്ങൾ ഒരു 160 1600 16,600 അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് വളരട്ടെ. പാൻ ഇന്ത്യ ലെവലിലും ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു ഓണ്ടർപ്രണർ കം ഡിസൈനർ കം
ഒരു കൺസ്ട്രക്ഷൻ കം എല്ലാ ലെവലിലും വളരട്ടെ. അപ്പം നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഇടുക, മാക്സിമം ഷെയർ ചെയ്യുക. വീട് ബൈ വിഷ്ണു വിജയൻ എന്ന് പറയുന്ന എൻ്റെ ചാനൽ, വീടുകളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീടുകളും നല്ല സുന്ദരമായ ഇതുപോലെ കോൺസെപ്റ്റ്സ്, വീടുകളെ പറ്റി, വീട് നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺസെപ്റ്റ്സ്, അതുപോലെ തന്നെ വീടുകളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അങ്ങനെ ഒരു ഷോപ്പാണ് ഞാൻ നടത്തുന്നത്. VGC ബീന പ്രൈവറ്റ് ലിമിറ്റഡ്. 41 വർഷമായിട്ട് കേരളത്തിൽ ഇപ്പോൾ കായംകുളം, കോട്ടയം, മലപ്പുറം, പുനലൂർ, ഇപ്പോൾ പത്തനംതിട്ടയിലും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു, ബ്രാഞ്ചിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. കായംകുളത്ത് തന്നെ 7 കടകളുണ്ട്. അപ്പോൾ ഇത്രയും നേരം ഇവിടെ വന്ന് സംസാരിക്കുന്നിടത്ത് സാറും വൈഫും പുറത്താണ്. അവരോടെയും എൻ്റെ ഹൃദയം ത്തിനുള്ള നന്ദി പറയുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.